Assalamu alaikum. Hi Transworld team. ഇപ്പോൾ ഇനി നമുക്ക് കസ്റ്റംസിൻ്റെ മുഴുവൻ പ്രൊസീജിയറും അതിൻ്റെ റൂൾസും എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു മാനുവൽ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അത് കസ്റ്റംസ് വെബ്സൈറ്റിൽ അവൈലബിൾ ആണ്. നമ്മളെ പ്രോഗ്രാമിലും അത് ലിങ്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതെങ്ങനെ യൂസ് ചെയ്യേണ്ടത്, അതെങ്ങനെ നമുക്ക് അതിൽ നിന്ന് പല കാര്യങ്ങളും യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും എന്നാണ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. നമ്മളെ പ്രോഗ്രാമിൽ ക്ലൗഡ് ERP പ്രോഗ്രാമിൽ അതിൻ്റെ ലിങ്ക് അവൈലബിൾ ആണ്. കസ്റ്റംസ് പ്രൊസീജിയർ മാനുവൽ, അതിൻ്റെ ഫസ്റ്റ് ഇൻട്രഡക്ഷൻ പേജൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിവിടെ ഒഫീഷ്യൽ ഷെയ്ഖിൻ്റെ ഇൻട്രഡക്ഷൻ ഉണ്ട്, മെസ്സേജ് ഉണ്ട്. അതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഇവിടെ ഇൻഡെക്സ് കാണും, ടോപ്പിക് ബേസ്ഡ്. നമുക്കൊരു പെർട്ടിക്കുലർ ടോപ്പിക്കിലേക്ക് പെട്ടെന്ന് തന്നെ പേജ് നമ്പർ വഴി ജമ്പ് ചെയ്യാം. വേറെയും ഒരുപാട് അഡ്വാൻറ്റേജ് ഉണ്ട്, നോക്കാം. ഇപ്പം ടെമ്പററി അഡ്മിഷന്, ടെമ്പററി ഇത് ഹാൽ മോക്കത്ത് അറിയാമല്ലോ. അതല്ലെങ്കിൽ ഒരു കസ്റ്റംസ് ഡിക്ലറേഷൻ, ബയാൻ മക്കാസ, സ്റ്റാറ്റിസ്റ്റിക്കൽ മൂവ്മെൻറ്റ്, അതായത് ഇൻസൈഡ് ദ GCCയിൽ ഒരു പ്രോഡക്റ്റ് മൂവ് ചെയ്യുകയാണെങ്കിൽ അത്തരം കേസിലാണ് കസ്റ്റംസ് ഡിക്ലറേഷൻ എന്ന ബയാൻ ടൈപ്പ് ആവശ്യം വരുന്നത്. നമ്പർ 34 പോയിട്ടുണ്ടെങ്കിൽ ഡയറക്റ്റ് നിങ്ങൾക്ക് അതിൻ്റെ ഇൻ ഡെപ്ത് ഡീറ്റെയിൽസ് കാണാം. ഇത് കണ്ടില്ല, ആഫ്റ്റർ ട്രാൻസിറ്റ് 34 ഇവിടെ കസ്റ്റംസ് സ്റ്റാറ്റിസ്റ്റിക്സ് ക്ലിയറിങ്, അതിൻ്റെ മെയിൻ യൂസ്, അതിനാവശ്യമുള്ള ഡോക്യുമെൻറ്റ്സ്, പിന്നെ അതിൻ്റെ പ്രൊസീജിയേഴ്സ് 1 by 1 സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് അതിൻ്റെ കംപ്ലീറ്റ് അൽഗോരിതംസ് ഇവിടെ കാണാം. പിന്നെ അതിന് ശ്രദ്ധിക്കേണ്ട നോട്ട്സ് എല്ലാം കാണാം ഇവിടെ. ഈ മാനുവൽ നമുക്ക് മറ്റ് പല രീതിയിൽ ഉപയോഗിക്കാം. ഉദാഹരണത്തിന് UIയിലുള്ള പ്രോഹിബിറ്റഡ് ഗുഡ്സ് എന്തൊക്കെയാണെന്ന് അറിയുകയാണെങ്കിൽ ഇവിടെ ഫൈൻഡിൽ പോയിട്ടോ അല്ലെങ്കിൽ Ctrl F പ്രസ് ചെയ്തിട്ടോ നമ്മൾ ജസ്റ്റ് പ്രോഹിബിറ്റഡ് അടിക്കുന്നുണ്ട്. യെസ്, 6th സെക്ഷനിൽ പ്രോഹിബിറ്റഡ് ആൻഡ് റെസ്ട്രിക്റ്റഡ് ഐറ്റംസ് നമ്പർ 42 പേജ് നമ്പർ ഒന്നുകിൽ ഇവിടെ പ്രസ് ചെയ്യാം, അല്ലെങ്കിൽ സെക്കൻഡ് സെർച്ചിൽ പോവാം. സെക്കൻഡ് സെർച്ചിൽ അടുത്ത 18 പറയുന്നുണ്ട്, വളരെ ലിസ്റ്റ് അപ്പൻഡിക്സിൽ പറയുന്നുണ്ട്. 80 നോക്കാം. യൂണിയൻ ഫണ്ടമെന്റൽസ് പേജ് നമ്പർ 26, പേജ് നമ്പർ 28 പറയുന്നുണ്ട്. അങ്ങനെ എത്ര ഒക്കറൻസ് ഉണ്ട്, എവിടെയൊക്കെയാണ് പ്രോഹിബിറ്റഡ് മെൻഷൻ ചെയ്തത് എല്ലാം നമുക്ക് ലിസ്റ്റ് ഔട്ട് ചെയ്യാം. കമ്മിങ് ബാക്ക് പേജ് നമ്പർ 42 പോയി നോക്കാം. പേജ് നമ്പർ 42 ഇവിടെ ലിസ്റ്റ്, ദിസ് ഈസ് 43, 42 പ്രോഹിബിറ്റഡ്. ഇവിടെ എല്ലാം നമുക്ക് ആവശ്യമുള്ള ഏരിയയിലേക്ക് പോവാം. യെസ്, ലിസ്റ്റ് ഓഫ് പ്രോഹിബിറ്റഡ് ആൻഡ് റെസ്ട്രിക്റ്റഡ് ഗുഡ്സ്. ഇതാ, വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാൻ താല്പര്യമുള്ളവർക്ക് ഈ അപ്പൻഡിക്സ് യൂസ് ചെയ്യാം. ഇതിൽ ഓരോ ഐറ്റംസും കൊക്കൈൻ, ഹോപ്റ്റിയം, ഹെറോയിൻ പോലത്തെ ഐറ്റംസ് ഓഫ് കോഴ്സ് ഇറ്റ്സ് പ്രോഹിബിറ്റഡ് ആൻഡ് റെസ്ട്രിക്റ്റഡ് ആസ് പെർ ദ റൂൾ. അതിൻ്റെ അച്ചാസ് കോഡ്, അതിനെ കൺട്രോൾ ചെയ്യുന്നത് ഏത് എൻറ്റൈറ്റിയാണ്, ഏത് ഡിപ്പാർട്ട്മെൻറ്റാണ്, ഫർദർ ഡീറ്റെയിൽസ് എല്ലാം ഇവിടെ ടേബിളർ വൈസ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇനി നിങ്ങൾക്ക് കൺട്രോൾഡ് ഗുഡ്സ് ആണ്, അത് കാണാം. എനിവേ ഈ Ctrl F സെർച്ച് ഓപ്ഷൻ ഉപയോഗിച്ചിട്ട് ഈ 116 പേജുള്ള മാനുവൽസിൽ എന്തൊരു കാര്യം നിങ്ങൾക്ക് ക്വിക്കായിട്ട് തന്നെ സെർച്ച് ചെയ്യാം. ഇനി നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പറയാൻ ബാക്കി വെച്ചൊരു കാര്യമുണ്ട്. അതായത് എൻട്രിയിൽ നമ്മൾ ബയാൻ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് നമ്മൾ ചില ഇൻകോ ടേംസ് യൂസ് ചെയ്യുന്നുണ്ട്. വാട്ട് ഈസ് ഇൻകോ ടേംസ്? ഇൻകോ ടേംസ് മീൻ ചെയ്യുന്നത് ഇന്റർനാഷണൽ ട്രേഡിൽ ഉപയോഗിക്കുന്ന ചില വേർഡ്സ് ആണ്. എസ്പെഷ്യലി ഡെലിവറി ടൈമിൽ, അതായത് ഏതൊരു ഡെലിവറി ഒരു ട്രേഡിലും ഒരു സെല്ലർ ഉണ്ടാവും, ഒരു ബയർ ഉണ്ടാവും, പ്രോഡക്റ്റ് വാങ്ങുന്ന ആളും ഉണ്ടാവും, പ്രോഡക്റ്റ് വിൽക്കുന്ന ആളുണ്ടാവും. അപ്പോൾ സെല്ലറിൻ്റെ അടുത്ത് നിന്ന് ഈ ഒരു പ്രോഡക്റ്റ് ബയറിൻ്റെ അടുത്ത് എത്തുന്നവരെ ആരുടെ കയ്യിലാണ് റെസ്പോൺസിബിലിറ്റി? ഈ പ്രോഡക്റ്റ് റിസ്ക്, അതിൻ്റെ കോസ്റ്റ്, അതിൻ്റെ ഫ്രൈറ്റ് എക്സ്പെൻസ് ഒക്കെ ആര് ബെയർ ചെയ്യുമെന്ന് തീരുമാനിക്കുന്ന ചില ടേംസാണ് ഇൻകോ ടേംസ്. ഇനി നമ്മൾ ബയാനിൽ പ്രിപ്പറേഷനിൽ ബന്ധമുള്ള ഏരിയ മാത്രം പറയുകയാണെങ്കിൽ സാധാരണ യൂസ് ചെയ്യുന്ന ചില എക്കോ ടേംസ് ആണ് FOB, CIF, C&F. എന്താണ് FOB നോക്കാം. നമുക്ക് ഈ മാനുവലിൻ്റെ സഹായത്തോടു കൂടി പഠിക്കാം. ജസ്റ്റ് കമ്മിങ് ബാക്ക്.
മാനുവൽ ഓപ്പൺ ചെയ്തു. ഞാൻ മാനുവലിൽ തന്നെ നേരത്തെ പറഞ്ഞതുപോലെ ഞാൻ FOB സെർച്ച് ചെയ്യുന്നുണ്ട്. ഐ എം ഗോയിങ് ഫോർ FOB. യെസ്, FOB ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്ത FOB മീൻ ചെയ്യുന്നത് ഫ്രൈറ്റ് ഓൺ ബോർഡ്. ഫ്രൈറ്റ് ഓൺ ബോർഡ് ഉദ്ദേശിക്കുന്നത് പ്രത്യേകമായിട്ടും പ്രധാനമായിട്ടും ഇത് ഷിപ്പ് ഐ മീൻ സീ ലെവൽ ഡെലിവറിയിലാണ് കൂടുതൽ യൂസ് ചെയ്യുന്നത്. അതായത് സെല്ലറുടെ അടുത്തുനിന്നും ഈ ഒരു പ്രോഡക്റ്റ് ഓൺ ബോർഡ് ഷിപ്പിന്റെ ഓൺ ബോർഡ് പോർട്ടിന്റെ ഓൺ ബോർഡിൽ എത്തുന്നവരെ റെസ്പോൺസിബിലിറ്റി ഗോ ടു ദ സെല്ലർ. അത് വിൽക്കുന്ന ആൾക്കാണ് അതിന്റെ റെസ്പോൺസിബിലിറ്റി എന്ന് മെൻഷൻ ചെയ്യാൻ ഉപയോഗിക്കുന്ന FOB. നോർമൽ കേസിൽ നമ്മളുടെ എൻട്രിയിൽ ഉപയോഗിക്കുന്നത് എൻട്രി ബയാനിലാണ് ഇത്തരം കേസുകൾ ഫ്രൈറ്റ് ചാർജ് വരുന്നത്. എക്സിറ്റിന്റെ കേസിൽ നോ മാറ്റർ, അത് കൺസിഡർ ചെയ്യുന്നില്ല, അതിന്റെ ആവശ്യം വരുന്നില്ല. ഇനി എൻട്രിയിലാവുന്ന സമയത്ത് സാധാരണഗതിയിൽ മെജോറിറ്റി ഓഫ് ദ ബയാൻ ബിലോങ്സ് ടു FOB. ഇനി ചിലത് CIF മെൻഷൻ ചെയ്യേണ്ടി വരും. ഈ CIF ആണോ FOB ആണോ C&F ആണോ എന്നൊക്കെ ഇൻവോയ്സിൽ ടേംസ് ആൻഡ് കണ്ടീഷൻസിൽ സ്പെസിഫൈ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് ഇൻവോയ്സ് ഫോളോ ചെയ്തിട്ടാണ് ഇതിന്റെ ഇൻകോ ടേംസ് മനസ്സിലാക്കുന്നത്. നെക്സ്റ്റ് സാധാരണ യൂസ് ചെയ്യുന്ന മറ്റൊന്നാണ് കോസ്റ്റ് ഇൻഷുറൻസ് ആൻഡ് ഫ്രൈറ്റ്, CIF മീൻസ് ഈ പ്രോഡക്റ്റിന്റെ കോസ്റ്റ്, അതിന്റെ ഇൻഷുറൻസ് ചാർജ്, അതിന്റെ ഫ്രൈറ്റ് ചാർജ് എല്ലാം CIF ആണെങ്കിൽ സെല്ലറുടെ റെസ്പോൺസിബിലിറ്റി ആണെന്ന് മീൻ ചെയ്യുന്നത്. C&F ആണെങ്കിൽ അതിൽ കോസ്റ്റ് ആൻഡ് ഫ്രൈറ്റ് ഓൺലി. അതേസമയം ഇൻഷുറൻസ് നോട്ട് ബിലോങ്സ് ടു ദ സെല്ലറിന്റെ റെസ്പോൺസിബിലിറ്റി അല്ല എന്ന് മീൻ ചെയ്യുന്നത്. അങ്ങനെ എല്ലാവിധ ഇൻകോ ടേംസും നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഇതെല്ലാം മാനുവലിലൂടെ ഫർദർ ഡീറ്റെയിൽസ് ആയിട്ട് നിങ്ങൾക്ക് നോക്കാം. മാനുവൽ സമയം കിട്ടുന്നതിനനുസരിച്ചിട്ട് മാനുവലിലൂടെ ഒന്ന് കണ്ണോടിക്കുക, ഒന്ന് മനസ്സിലാക്കിയെടുക്കുക. മാനുവൽ നമ്മളുടെ മുമ്പ് ഞാൻ സൂചിപ്പിച്ച പോലെ നമ്മൾ ക്ലൗഡ് പ്രോഗ്രാമിൽ ലിങ്ക് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് അത് ഓപ്പൺ ചെയ്യാം, ഡൗൺലോഡ് ചെയ്യാം. നിങ്ങളെ സ്മാർട്ട് ഫോൺസ് പോലത്തെ കോപ്പി ചെയ്ത് എപ്പോൾ വേണമെങ്കിലും യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ദാറ്റ്സ് ഓൾ ഫോർ നൗ. താങ്ക് യു സോ മച്ച്. അസ്സലാമു അലൈക്കും.